26ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വെടിയേറ്റ മർജാനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്ന ആദേശിനെയാണ് കാണിക്കുന്നത്. കൊണ്ടുവരുമ്പോൾ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് അവളെ ICUവിലേക്ക് കയറ്റുന്നു. പിറ്റേ ദിവസം പതിവില്ലാതെ ജമാലിന്റെ കോള് കണ്ട ഹൈദർ ഇതെന്താ സംഭവം എന്നാലോചിച്ച് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മർജാൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്ന കാര്യം അവൻ അവരോട് പറയുന്നത്. കാര്യം അറിഞ്ഞ് ഓടി വന്ന നസർ നേരെ ആദേശിന്റെ കോളറിന് കുത്തിപ്പിടിച്ചു. നിന്റെ കൂടെയുള്ള ഒരു പെണ്ണിനെ പോലും പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് നിനക്കില്ലേ? അവക്കെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, ഇനി എന്റെ ദൈവത്ത് കൈവച്ചാൽ നിന്നെ ഞാൻ കൊല്ലും. പിന്നെ അവളുടെ കാര്യം അത് ഞാൻ നോക്കിയോളാം. താൻ ചെയ്ത കൊള്ളരുതായ്മയുടെ ഫലമാണ് അവൾ അനുഭവിക്കുന്നതെങ്ങനെ ഞാൻ കണ്ടുപിടിച്ചാ തന്നെ ഞാൻ തീർക്കും. ഇത് കേട്ടോണ്ടാണ് അസ്ലി അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് ഡോക്ടർ വന്ന് സർജറി സക്സസ്ഫുൾ ആണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാവുന്നു. ഇപ്പോഴത്തേക്ക് കണ്ടീഷൻ സ്റ്റേബിൾ ആണ്, പക്ഷേ നല്ല കെയർ വേണം. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഒബ്സർവേഷനിൽ നിന്ന് മാറ്റുന്നില്ല. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ക്ലോസ് റിലേറ്റീവായ ഒരാൾക്ക് കാണാമെന്ന് പറയുമ്പോൾ ഹൈദറിനെ ഓവർടേക്ക് ചെയ്ത് ചാടിക്കയറി പോകുന്നത് ആദേശാണ്. റൂമിൽ ചെന്ന് വിഷമിച്ച് അവൻ അവളെ ഒരുപാട് വിളിക്കുന്നു. ഈ സമയം അവൾ സ്വപ്നത്തിൽ കാണുന്നതും ആദേശിനെ തന്നെയാണ്. ടൈം കഴിഞ്ഞു. പേഷ്യൻ്റ് ഇപ്പോൾ റെസ്റ്റ് ആവശ്യമാണ്. മാൻഷനിൽ ഈ സമയം മർജാന്റെ കാര്യം അറിഞ്ഞ് ബിന്നാസും ടെൻഷനാവുന്നു. ബാക്കിയുള്ളവരിവിടെ ഇത്രയും നേരം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വീട്ടിൽ പോയി കാണും. ഇനി നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാ, നമുക്കും പോയേക്കാം. അമ്മ ചെല്ല്, തൽക്കാലം ഞാനിവിടെ നിൽക്കാം. ഏടാ, അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളെ വേണ്ട, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അമ്മ പറയുന്നത് ശരി ആദേശ്, വാ നമുക്ക് പോയേക്കാം. ഇത് നിന്റെ ഷർട്ട് മുഴുവൻ ബ്ലഡായിരിക്കുക. നിന്റെ കോല നീ നോക്ക്. ജമാൽ എനിക്ക് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുന്നേ ജമാൽ അങ്ങോട്ടേക്ക് വന്നു. എങ്ങനെയുണ്ട് അവൾക്ക്? ചത്തിട്ടില്ല. സർജറി കുഴപ്പമില്ലാതെ കഴിഞ്ഞു. നീ ഇവരെ കുട്ടി മാൻഷനിലേക്ക് പോയിക്കോ. നോക്കാദേശ്, മർജൻ ഹൈദറിന്റെ മകളാണ്. അവൾക്ക് വെടിയേറ്റിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നം, നിന്റെ അല്ല. ഇത്രയും പറഞ്ഞ് അവരവിടുന്ന് പോയി. കണ്ണാടിയിൽ അവന്റെ ഡ്രസ്സിൽ പറ്റിയിരിക്കുന്ന മർജാന്റെ ബ്ലഡ് കാണുമ്പോൾ അവൻ വീണ്ടും ടെൻഷനാവുകയാണ്. മർജാൻ ഇപ്പോഴും ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. നീ എഴുന്നേക്കുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. അസ്ലി ഈ സമയം വാലിന് തീ പിടിച്ച് നടക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മർജാനെ ഷൂട്ട് ചെയ്ത മറ്റാരുമല്ല അസ്ലി തന്നെയായിരുന്നു എന്ന്. എങ്ങാനും മർജാൻ ഇടയ്ക്ക് വെച്ച് തന്നെ കണ്ടു കാണുമോ എന്ന് ഓർത്ത് അവൾ ടെൻഷൻ അടിക്കുകയാണ്. അവളുടെ നിൽപ്പ് കണ്ട് മുസയാനതിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഈ സമയം ദുർമുസങ്ങളും ഗുല്ലുവാൻ്റെയും മർജാനെ കാണാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും അപ്പം മാൻഷനിലുണ്ടായിരുന്ന മുസയാൻ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. മർജാൻ ആദേശ് പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വപ്നത്തിൽ അവൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് ചെയ്തവരെ ഞാൻ ഉറപ്പായും കണ്ടുപിടിക്കും, പ്രോമിസ്. നെർമിൻ ഈ സമയം മർജാന്റെ ആൽബം ഒക്കെ നോക്കി അവളെപ്പറ്റി ഓർത്ത് വിഷമിക്കുകയാണ്. എങ്ങനെയുണ്ടപ്പോ? അതുപോലെ തന്നെ, പറയത്തക്ക മാറ്റമൊന്നുമില്ല. നീ നല്ല ടയർഡല്ലേ? ഒരു കാര്യം ചെയ്യും, ഞാനും ഇവിടെ നിൽക്കാം. സാരമില്ല, അതൊന്നും വേണ്ട. ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? ഇതുവരെ ഇല്ല. ഈ CCTV ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ലീഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉറപ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നീ വിഷമിക്കണ്ട. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളെന്ന് എത്ര ഹാപ്പി ആയിരുന്നു എന്നറിയോ? ആദേശം ഒന്നും മാറിയ സമയത്ത് മർജാന്റെ അടുത്ത് ആരും ഇല്ല എന്ന് കണ്ടെത്തിയ അസ്ലി അവളുടെ റൂമിൽ കയറി ആ ഡിവൈസ് ഓഫ് ചെയ്യാണ്. ബീപ്പ് സൗണ്ട് കേട്ട് എല്ലാവരും മുറിയിലേക്ക് ഓടി വരുമ്പോൾ അവൾക്ക് കാർഡിയക് അറസ്റ്റ് വന്ന് ശ്വാസം നിലച്ചിരുന്നു.